മക്കളെ, അപ്പം നമ്മളുടെ എക്സാം ടൈം ഇതേ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി എല്ലാവരും എക്സാമിൻ്റെ ഒരു ചൂടിലായിരിക്കും. ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മളിനി എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷനിലും അതിൻ്റെ റിവിഷനിലും ആയിരിക്കും. ആണോ? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പം കുറച്ച് ആൾക്കാരെങ്കിലും ഞാൻ ആ അവസ്ഥയിലാണോ, ഞാനിതുവരെ റിവിഷൻ ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല, ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയോ, ഇങ്ങനൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കുറച്ച് പിന്നിലാണ്. ഓക്കെ, കാരണം ഇതിപ്പോൾ നമ്മൾ ഓണം എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മുടെ ബാച്ചിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ഓൾറെഡി റിവിഷൻ ചെയ്യാം, ഇനി എക്സാം എടുക്കാം എന്ന് പറയുന്നൊരു മോഡിലാണ്. കാരണം നമുക്ക് ഇനി അതിനുള്ള സമയമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ ഒരുപാടായിരിക്കും. കാരണം മക്കളെ, ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നതോറും നമുക്ക് സമയമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയമില്ലാതാകുമ്പോഴൊരു പ്രശ്നം എന്താ, നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചാലും നമ്മൾ മോട്ടിവേറ്റഡ് ആയാലും നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, അത് മാത്രമാണോ, നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഓർമ്മയുണ്ടാവുന്ന ഉറപ്പുണ്ടോ? ആൻഡ് അതുമല്ല, ഇതൊന്നും പഠിക്കാൻ സമയമില്ല, പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ആ എക്സാം ടൈമിലുള്ള ടെൻഷനും പ്രഷറും സ്ട്രെസ്സും എത്രത്തോളമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല ആക്ച്വലി അല്ലേ. ഈ പ്രഷർ എടുത്ത്, ഈ ഒരു ടെൻഷൻ എടുത്ത്, ഈ സ്ട്രെസ് എടുത്ത് നമുക്ക് ഉറക്കവും ഇല്ല, നമ്മുടെ ഹെൽത്തും മോശമാക്കി എന്തിനാണ് നമ്മൾ ഇതിലേക്കൊക്കെ പോകുന്നത്? നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പഠിച്ചു തുടങ്ങണം അല്ലേ. ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നല്ല, നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പഠിക്കേണ്ട സമയമാണ്, നമ്മളിനി എക്സാംസ് എടുക്കേണ്ട സമയമാണ്, ഇനി നമ്മൾ റിവിഷൻ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല, നിങ്ങൾ ആ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക, ഇനി നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, ഈ ടെൻഷനൊക്കെ ആയിരിക്കും. ഈ ഒരു ടെൻഷൻ, ഈ ഒരു പ്രഷറിൽ നിങ്ങൾക്ക് എക്സാം ഫേസ് ചെയ്യുമ്പോഴൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സാം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതായിരിക്കും ഓർമ്മ വരിക അല്ലേ. അതുമല്ല, നമുക്കിനി എക്സാം എഴുതി കഴിഞ്ഞ് നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. അപ്പോൾ എന്തിനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലെ, ഒരു ചെറിയ കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മൂത്തായിട്ട് പോകാം. എന്താണ് ആ ചെറിയ കാര്യം? പഠിക്കുക അല്ലേ. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നിലായിട്ടുണ്ട് അല്ലേ. കാരണം നമ്മുടെ ഇപ്പോൾ എക്സാമിൻ്റെ നമ്മുടെ ലാസ്റ്റ് ബാച്ച് പോലും നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ബാച്ച് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആ ബാച്ചിനും കൂടെ നമുക്ക് ഈ സ്റ്റഡി പ്ലാനൊക്കെ പറഞ്ഞ് തന്ന് ടൈം ടേബിളൊക്കെ തന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇനി ദിവസങ്ങളില്ല, ഇനി ദിവസങ്ങൾ അടുക്കുന്തോറും നിങ്ങൾക്ക് ടൈം ടേബിൾ നമുക്ക് തരാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് നമുക്കിനി ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് നമ്മളത് ലാസ്റ്റ് ബാച്ചാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ കഷ്ടപ്പെടും. ഓക്കെ, പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സാധാരണ രീതിയിലല്ല. നമുക്ക് ക്ലാസ്സുകൾ കണ്ട് ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്ന കാര്യം പറയുമ്പോൾ പല മക്കളും പലതുമാണ് പ്രിഫർ ചെയ്യുക. ചില ആൾക്കാർ പറയും ലൈവ് ക്ലാസ് കാണണം, ചില ആൾക്കാർ പറയും റെക്കോർഡഡ് ക്ലാസ് ആണ് താല്പര്യം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈവ് ക്ലാസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒറ്റയടിക്ക് ആ ക്ലാസ് കണ്ടു തീർക്കും. ചില ആൾക്കാരാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും കാണുക. അപ്പോൾ അവർക്ക് അവരുടെ സ്പീഡ് അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും വീണ്ടും ഒന്നുകൂടി എടുത്ത് കാണാനും ഒക്കെ ഹെൽപ്പാവും. അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. ഇപ്പം നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇപ്പം നമ്മൾ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചസിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് ഈ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ ഒരു ടൈം നിങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. എക്സാം അടുത്തു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിരുന്ന് വായിക്കുകയല്ല വേണ്ടത്, നമ്മളത് വായിച്ച് മനസ്സിലാക്കി ആൻസർ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആൻസർ കൊടുക്കാൻ നമുക്കൊരു ശീലം വരണം, എക്സാം എഴുതിയൊരു പ്രാക്ടീസ് ഉണ്ടാവണം. ഓക്കെ, അതല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയുമായിരിക്കും, പക്ഷേ അതെന്താണ് ആ ക്വസ്റ്റ്യൻ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അത് മാത്രമല്ല, ചില മക്കൾ പറയാറുണ്ട് സമയം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് സമയം കിട്ടാത്തത്? നമ്മൾ എക്സാംസിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കിനുള്ള ക്വസ്റ്റൻ ഉണ്ടാവും, 2 മാർക്കിനുള്ള ക്വസ്റ്റൻ ഉണ്ടാവും, 3 മാർക്കിനുള്ളതുണ്ടാവും, ചിലപ്പോൾ 4 മാർക്കിനുള്ളതുണ്ടാവും. അപ്പം നമുക്കിത് എക്സാം എഴുതി പരിചയമില്ലാതെ ആവുമ്പോൾ 1 മാർക്കിന് നമ്മൾ എസ്സേ എഴുതും, ലാസ്റ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റിന് നമുക്ക് എഴുതാൻ സമയം കിട്ടില്ല. എന്ത് എഴുതണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതണം, നമുക്ക് എക്സാം എഴുതിയൊരു പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ എക്സാമിൻ്റെ ബാച്ചസിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാകും, ദെൻ നമുക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, ഒരു എക്സാം എങ്ങനെ എഴുതണം, മാർക്ക് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും, ഇതിനു കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ലേറ്റ് ആവാതിരിക്കുക. അപ്പോൾ മക്കളെ, നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ്, ഇപ്പം നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടിക്ക് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, അതായത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തുടക്കത്തിൽ ചോദിച്ചപ്പോൾ ആ ഒരു ഉത്തരം കിട്ടിയെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കളയാൻ സമയമില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് വേണോ, ലൈവ് ക്ലാസ് ഉണ്ട്. റെക്കോർഡ് ക്ലാസ് വേണോ, റെക്കോർഡ് ക്ലാസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇനി മുതൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് എക്സാംസ്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാംസ് നമ്മുടെ ആപ്പിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എക്സാം എഴുതിയൊരു പ്രാക്ടീസ് നമുക്ക് ഉണ്ടാക്കാം, ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തൊരു പ്രാക്ടീസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് ടെസ്റ്റും മോഡൽ എക്സാമും ഒക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ഇനി ചിന്തിച്ച് നിൽക്കാനും നമുക്ക് ചിന്തിച്ചാലോചിച്ച് ഡിസിഷൻ എടുക്കാനുള്ള സമയമില്ല. പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യാം. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, നിങ്ങളുടെ ക്ലാസ്സിലുള്ള മക്കൾ എല്ലാവരും പഠിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാതിരിക്കുന്ന നിങ്ങൾ അവസാനം മണ്ടന്മാരായി പോകരുത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ എക്സാമിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഈ പേടി നമുക്ക് പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അതെൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഏറ്റവും സ്മൂത്തായിട്ട് നിങ്ങൾക്ക് എക്സാം ഫേസ് ചെയ്യാനും എഴുതാനും പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.